പ്ലസ് ടുവിന് ശേഷം അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ് അടുത്തത് എന്ത് ചെയ്യണം ഓർത്ത് കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കും. റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കരിയർ റൈറ്റ് ആണെങ്കിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തെ അത് വലിയ രീതിയിൽ മാറ്റിമറിക്കും. എന്നാൽ തെറ്റായിട്ടുള്ള ഒരു കരിയർ ആണെങ്കിൽ പിന്നെ ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ ശരിയായിട്ടുള്ള കരിയർ കണ്ടെത്താനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്ത് നിർത്തുക. മേ ബി നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് MBBSന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കസിൻ MBBS പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ഇതൊക്കെ നിങ്ങൾക്ക് സ്യൂട്ട് ആകണമെന്നില്ല. നിങ്ങളുടെ പഠനത്തിലുള്ള കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കി, പിന്നെ നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു കരിയർ വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. അതല്ലാതെ മറ്റുള്ളവരുടെ പാത നിങ്ങൾ പിന്തുടരും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ മാർക്കറ്റിനെ മനസ്സിലാക്കുക എന്നതാണ്. അതായത് ലോകം അതിവേഗത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഹെൽത്ത് കെയർ മേഖലയാവട്ടെ, AI, ടെക്നോളജി, മാർക്കറ്റിംഗ്, ഫൈനാൻസ് മാനേജ്മെൻറ്റ്, ഏത് വേണമായിക്കോട്ടെ എല്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഈ ചില കോഴ്സുകൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഫെമിലിയർ ആയിരിക്കും, അല്ലെങ്കിൽ സേഫ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. എന്നാൽ അത് കരുതിയിട്ട് നിങ്ങൾ ഓടിപ്പോയി ആ കോഴ്സ് തിരഞ്ഞെടുത്താൽ ഭാവിയിൽ ഒരു പക്ഷേ ഈ ഒരു കോഴ്സിന് ഡിമാൻഡ് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ സ്റ്റെപ്പ് നമ്പർ 3 പറയാൻ പോകുന്നത്. അതായത് ലോങ് ടേമിലേക്ക് ചിന്തിക്കുക. പല സ്റ്റുഡൻസ് ചോദിക്കുന്നൊരു ചോദ്യം, ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ജോലി കിട്ടുന്നതാണ്. ബട്ട് ദി റിയൽ ക്വസ്റ്റ്യൻ യു ഷുഡ് ആസ്ക് യുവർ സെൽഫ് ആൻഡ് ടു അതേഴ്സ് ഈസ് ദാറ്റ്, ഈ ഒരു കരിയർ ഞാൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അടുത്ത 10 വർഷത്തെ എൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കും എന്ന് ചോദിക്കുക. ഫിനാൻഷ്യലി ഗ്രോ ചെയ്യാൻ സാധിക്കുമോ? ജോബ് സ്റ്റെബിലിറ്റി ഉണ്ടാകുമോ? എബ്രോഡിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുമോ? വർഷങ്ങൾ കഴിഞ്ഞാലും ഒരേ ജോലി തന്നെ ചെയ്യേണ്ടി വരുമോ? ഈ കരിയറിന് വളർച്ച ഉണ്ടാകുമോ ഭാവിയിൽ എന്നൊക്കെ അന്വേഷിക്കുക. ഇങ്ങനെ നിങ്ങൾ ചോദിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ഫൈൻഡ് എ സ്റ്റേബിൾ കരിയർ. ട്രസ്റ്റ് മീ. സോ ഹിയർസ് ദി റോഡ് മാപ്പ്. സ്റ്റെപ്പ് നമ്പർ 1, നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം മനസ്സിലാക്കുക. സ്റ്റെപ്പ് നമ്പർ 2, മാർക്കറ്റിനെ നന്നായി പഠിക്കുക. ആൻഡ് സ്റ്റെപ്പ് നമ്പർ 3, ലോങ് ടൈമിലേക്ക് ചിന്തിക്കുക. നിങ്ങളുടെ പഠനത്തിലുള്ള കഴിവുകളും ഇൻട്രസ്റ്റുകളും ഫ്യൂച്ചറിലുള്ള ഓപ്പർച്യൂണിറ്റീസുമായിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ, അത് മാറി കിട്ടും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഡിഗ്രിക്ക് പിന്നാലെ പോകാതെ ജസ്റ്റ് ആലോചിക്കുക, 3-4 വർഷം നിങ്ങൾ ഏതെങ്കിലും കോളേജിൽ പഠിക്കുകയായിരിക്കും. ഇത് കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ പകുതി ലൈഫ് നിങ്ങൾ ജോലി എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ എടുക്കുന്ന ജോലി നിങ്ങൾക്ക് മാക്സിമം എൻജോയ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കണം. എന്നാൽ മാത്രമല്ല ലൈഫിൽ ഒരു അർത്ഥം ഉണ്ടാവും. എനിക്കറിയാം നിങ്ങൾക്ക് ഇപ്പോഴും ചെറിയൊരു രീതിയിൽ കൺഫ്യൂഷൻ ഉണ്ടെന്ന്. എന്നാൽ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ പഠനത്തിലുള്ള കഴിവുകളും ഇൻട്രസ്റ്റുകളും അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങൾക്ക് സ്യൂട്ടാകുന്ന കറക്റ്റായിട്ടുള്ള ഒരു കരിയർ ഏതാണെന്ന് ഞാൻ കണ്ടുപിടിച്ച് തരാൻ നിങ്ങളെ സഹായിക്കാം. അതിനായിട്ട് ജസ്റ്റ് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു.